ഇവിടെ സാധാരണക്കാരനും പാവപ്പെട്ടവനുമുള്ള ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അത്തരമൊരു സ്ഥലത്ത്, ഇത്രയും ജനസംഖ്യയുള്ള സ്ഥലത്ത് ഇങ്ങനെ തെരുവ് നായ്ക്കളെ തെരുവിൽ അഴിച്ചുവിടാൻ പാടില്ല. പക്ഷേ അതിനിപ്പോൾ കോടതി പറയുമ്പോൾ എല്ലാവരും കൈയടിക്കും. ഇപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ കോടതി പറഞ്ഞു ഇനി നിയന്ത്രിക്കണം, ഇനിയിപ്പോൾ അപ്പോൾ എം പി രാജേഷ് ഇപ്പോൾ പറയുകയാണ് അതങ്ങനെ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതിങ്ങനെ പ്രായോഗികമല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഈ 900 ABC കേന്ദ്രങ്ങൾ പോലും നിബന്ധന പാലിച്ചു കഴിഞ്ഞപ്പോൾ 30 പിന്നെ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അതിനടിയിലേക്ക് വരുന്ന കമൻറ്റ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി മര്യാദയ്ക്ക് നിയന്ത്രിച്ചോളാം, അല്ലെ രാജിവെച്ച് ഇറങ്ങിപ്പോ. ഇതാണ്, അതായത് വെറുതെ ആവശ്യമില്ലാതെ ഇവരെ എല്ലാം കുഴപ്പത്തിലാക്കുന്ന ഉദ്യോഗസ്ഥരെയും സർക്കാരിനെയും എല്ലാം കുഴപ്പത്തിലാക്കുന്ന തരത്തിലാണ് ആ വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും അതെ, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കുറച്ചുകൂടി അവധാനതയോടെയുള്ള ഒരു വിധിയായിരുന്നു വേണ്ടിയിരുന്നത്. ഈ പെരുപ്പമുള്ള ഇടങ്ങളിൽ നായകളെ കൊല്ലാൻ പറ്റുന്ന, വന്ധ്യകരണത്തിൽ ഇത്രയധികം കാർക്കശ്യമില്ലാത്ത ABC നിയമങ്ങൾ ആ തരത്തിൽ പരിഷ്കരിച്ച ശേഷം ഈ ബ്രീഡിംഗ് സെൻറ്ററുകളെ നിയന്ത്രിക്കണം. നമ്മൾ നായകളെ വളർത്തുമ്പോൾ അതെല്ലാത്തരം നായകൾക്കും ലൈസൻസ് ഏർപ്പെടുത്തണം. നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അതിനൊപ്പം തെരുവുകളിൽ മാലിന്യം, ഭക്ഷണം ഇങ്ങനെ യഥേഷ്ടം കൊണ്ടുപോയി ഇടുന്നതും നിയന്ത്രിക്കണം. ഇങ്ങനെ സമഗ്രമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മാത്രമേ തെരുവുനായ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിന് കുറച്ച് സമയവും എടുക്കും. അത് വേഗം തന്നെ നാളെ മുതൽ 18 ആഴ്ചയ്ക്കുള്ളിൽ തെരുവുനായകളെ നീക്കം ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പാകാൻ പോകുന്ന ഒരു വിധിയായി തോന്നുന്നില്ല.